മനസ്സുകൊണ്ട് 1000 തവണ ആത്മഹത്യ ചെയ്തവരാണ് ശരീരം കൊണ്ട് ഒരു തവണ ആത്മഹത്യ ചെയ്യുന്നത്. ശരിയല്ലേ? ഉത്ര, വിസ്മയ, വിഭഞ്ചിക, ഷിംന, ഷഹാന, അതുല്യ, വിസ്മയ, എത്രയെത്ര പെൺകുട്ടികളാണ് ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ എന്താണ് യഥാർത്ഥ കാരണം? വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളല്ല, സാമ്പത്തികമായി പിരിമുറുക്കങ്ങളോ പ്രയാസങ്ങളോ ഉള്ള കുട്ടികളല്ല. പിന്നീട് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്നത്? ഇതിലെ ഏറ്റവും അത്ഭുതം എന്തെന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ മരണശേഷം അവരുടെ മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവർ അനുഭവിച്ച പീഡനങ്ങളെ വള്ളി പുള്ളി തെറ്റാതെ കരഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും കൊടിയ പീഡനത്തിന് ഇരയായിക്കൊണ്ട് എന്തിനാണ് തൻ്റെ മക്കളെ നിങ്ങൾ അവിടെ തന്നെ നിർത്തിയത്? ഏത് സാഹചര്യമാണ് ഈ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ ആ ഭർത്തൃ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കാൻ നിർത്തിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? എന്നിട്ട് 1000 തവണ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ തൻ്റെ മോളെ മരണത്തിന് ശേഷം എങ്ങനെ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു? ഇത്രയും തിരിച്ചറിവുണ്ടായിട്ടും ആരെ ഭയന്നിട്ടാണ് രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാതിരുന്നത്? സമൂഹത്തിൻ്റെ തുറിച്ചുനോട്ടവും അയൽക്കാരുടെ കുത്തിയുള്ള ചോദ്യവുമാണ് ഭയപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ ചെറിയ പ്രശ്നം കൊണ്ട് നമ്മുടെ മക്കളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയെന്ന് നാം ഖേദിക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തെ ഭയപ്പെടേണ്ടതുണ്ടോ? വിവാഹിതയായ ഒരു പെൺകുട്ടി അത് നല്ല നിലയിൽ മുന്നോട്ട് പോവില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ സ്വന്തം വീട്ടിൽ വന്നു നിന്നാൽ ആർക്കാണ് ഛേദം? മാതാപിതാക്കളോടാണ്. മക്കളെ നോ പറയാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾക്ക് ഞങ്ങളിവിടെയുണ്ട് എന്ന ഒരു ധൈര്യം പെൺമക്കൾക്ക് എപ്പോഴും രക്ഷിതാക്കൾ നൽകുക. തൻ്റെ മക്കൾക്ക് തൻ്റെ വീട്ടിൽ തൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസവും ധാരണയൊന്നും ആർക്കും ഈ സമൂഹത്തിൽ ഇന്ന് ആവശ്യമില്ല. ഇത് ആർക്കും എവിടെയും സംഭവിക്കാം. എല്ലാ പെൺകുട്ടികളും തന്നോട് തന്നെ കൂറുള്ളവളായിരിക്കുക, തന്നെ സ്നേഹിക്കുന്നവളായിരിക്കുക. സ്വയം തന്നെ സ്നേഹിച്ച് തൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴിമാറിക്കൊടുത്ത് തനിക്ക് വേണ്ടി ഒന്ന് ജീവിക്കുക. അതിനുശേഷം തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. പെൺകുട്ടികളോടാണ്, ജീവിതത്തിൽ എന്ത് പ്രശ്നം തന്നെ ഉണ്ടായാലും എന്തിനാണ് നാം നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്? ആ പ്രശ്നത്തിന് ഉത്തരവാദി നാം അല്ലെങ്കിൽ പിന്നെ ആരെയാണ് നാം ഭയക്കേണ്ടത്? ഈ മനോഹരമായ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേറെ എന്തെല്ലാം വഴികളുണ്ട്? തിരിച്ചറിയുക, നമുക്കുമുണ്ട് ശക്തി. ഒന്നിനെയും ഒഴിവാക്കിയല്ല, എല്ലാത്തിനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ അനേകായിരം വഴികൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രതിസന്ധികളെല്ലാം എല്ലാവർക്കും ഉണ്ടാവും എന്നു കരുതി പിഞ്ചു കുഞ്ഞിനെ ഒക്കത്തെടുത്ത് പുഴയിൽ ചാടി മരിക്കേണ്ടവരല്ല നമ്മൾ. ചെറിയ കുഞ്ഞുങ്ങളെ വിഷം കലർത്തിയ ചോറൂട്ടുന്ന അമ്മമാരാവരുത് നാം. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടല്ല, നമ്മെ കളിയാക്കുന്ന, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവർക്ക് മുമ്പിൽ ചിരിച്ച് ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അതിന് നാം ജീവിച്ചിരിക്കുക തന്നെ വേണം. വിജയത്തിൻ്റെ വഴി മാത്രം ചിന്തിക്കുക, സന്തോഷത്തിൻ്റെ വഴി പിന്നാലെ വന്നുകൊള്ളും. ഇനിയൊരു വിഭജികയും അതുല്യയും ഷഹാനയും മോഫിയയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ.